ഹായ്. ഇന്നും പതിവ് പോലെ ഈവനിങ് ഒരു വ്ളോഗായിട്ടാണ് വന്നേക്കണത്. ഈവനിങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വലിച്ചു വാരി എവിടെയെങ്കിലുമൊക്കെ ഊരിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അംഗത്തിന് ഇറങ്ങാമെന്നുള്ള രീതിയിൽ ബാഗുകളും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടാ. ഇനി അടുത്തത് ബാഗ് ചെക്ക് ചെയ്യലാണ് കേട്ടോ, ലഞ്ച് ബാഗ് ചെക്ക് ചെയ്യൽ. അതിന് മുന്നേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബാഗിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് ചിപ്സും സാധനങ്ങൾ, പിന്നെ കുറച്ച് പച്ചക്കറി, പാൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് എന്നും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബേക്കറി കയറിയപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. പീസ് കേക്ക്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ പാൽ മേടിച്ചിട്ട് വേഗം ചായ വെച്ചിട്ട് പിന്നെ ലഞ്ച് ബാഗ് തുറക്കാമെന്ന് വിചാരിച്ച് വേഗം പാലെടുത്ത് ചായ വെക്കാനായിട്ട് സ്റ്റൗ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴുകണ നേരം കൊണ്ട് ഇത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. വൈകുന്നേരം വന്നിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല. ആ ചായ കുടിച്ച പിന്നെ അങ്ങോട്ട് നമ്മൾ ഓണായി എന്ന് വേണമെങ്കിൽ പറയാം. പിള്ളേരവിടെ പുറത്ത് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ചായയെല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു ചെറിയ പാക്കറ്റ് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ വലിയ പാക്കറ്റാണ് വാങ്ങിക്കാറ്. അതിപ്പോൾ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചെറുത് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നട്ടാ. അങ്ങനെ ചായ സ്റ്റവിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ലഞ്ച് ബാഗ് തുറക്കലായി. ലഞ്ച് ബാഗ് തുറക്ക് സ്നാക്സ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. കറി ഒരാൾ പകുതി കഴിച്ചിട്ടുള്ളൂ, പക്ഷെ ചോറ് ഫുള്ളും കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ കറി എടുത്തു, ആളും കറി പകുതി കഴിച്ചിട്ടുള്ളൂ, പക്ഷെ ചോറ് ഫുള്ളും കഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, പിള്ളേർക്ക് കറി കഴിക്കാനായിട്ട് മടിയാണ്, പക്ഷെ ചോറ് എങ്ങനെയൊക്കെ കഴിച്ചു വന്നിട്ടുണ്ടാവും. ഇതെന്ത് കൂട്ടി ചോറ് മൊത്തം കഴിക്കണേന്ന് എനിക്കൊരു പിടിയില്ല. ആ നേരം കൊണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ഒരെണ്ണം ബാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് കാട്ടിക്കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് വേഗം അത് ഒരെണ്ണം എടുത്ത് തിന്നു. അതിൻ്റെ ഇടയ്ക്ക് ചായ തിളച്ചു, അതിനകത്ത് പൊടി ഇട്ടു. അപ്പോൾ ചായ വാങ്ങി വെച്ചു. പിന്നെ ആ നേരം കൊണ്ട് തേച്ചിട്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി വെള്ളം പാലാനായിട്ട് വെക്കണം. വെള്ളം മാറുന്നതിന് ശേഷം മാത്രമേ ഞാൻ ഷെൽഫിലേക്ക് എടുത്ത് വെക്കാറുള്ളൂ. അപ്പോൾ പൊന്നു അത് ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ പൊന്നു വന്നിട്ട് പറയാണ്, എൻ്റെ പല്ല് ഇളകണുണ്ട്, അതും പറിച്ചതാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ നേരത്തെ പല്ല് പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ ശരിയെന്ന് പറഞ്ഞാൽ ആളെ അങ്ങോട്ട് പോയി. അപ്പോൾ പല്ല് പറിക്കണത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വേണം നാളെ പല്ല് പറിക്കാൻ. അപ്പോൾ അതങ്ങനെ തീരുമാനിച്ച് പിന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസും ബീട്രൂട്ടും ക്യാബേജുമാണ് കേട്ടോ വാങ്ങിച്ചത് നാളത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. ഞാൻ വേഗം ചന്ദനത്തിരിയും പിന്നെ രൂപത്തിൻ്റെ അടുത്ത ലൈറ്റൊക്കെ പോയി ഇട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത്തിരി നേരം ഇരുന്ന് ചായ കുടിക്കാനായിട്ട്. പിന്നെ വീഡിയോയിൽ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് രാത്രി ഞാൻ ദേ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തലേദിവസം വെച്ച് വെക്കുന്നുണ്ട്. അപ്പം നേരം വിളക്കുമ്പോഴേക്കും എൻ്റെ ചൂടാറുമല്ലോ. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കള അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ബിഗ് ബോസ് കണ്ടിരുന്നിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ അതേ കുറച്ച് നേരം ബിഗ് ബോസും കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാ പിള്ളേരൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഞാനും പോയി കിടന്നുറങ്ങട്ടെ. ബായ്.